bonding in brickwork. So next let us see what do you mean by bonding. Bonding is the method of arranging bricks in courses so that individual bricks are locked together and vertical joints of successive courses do not lie in the same vertical line. So idana bonding in the definition. What do you mean by bonding? Bonding is the method of arranging bricks in courses so that individual bricks are locked together and vertical joints of successive courses do not lie in the same vertical line. I repeat, bonding is the method of arranging bricks in courses so that individual bricks are locked together and vertical joints of successive courses do not lie in the same vertical line. So bonding is the method of arranging bricks in courses so that individual bricks are locked together and vertical joints of successive courses do not lie in same vertical line. സോ ബോണ്ടിങ് എന്ന് വെച്ചാൽ ബ്രിക്സിനെ കോഴ്സസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന മെത്തേഡാണ് ബോണ്ടിങ്. സോ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓരോ ബ്രിക്കും പരസ്പരം ലോക്ക് ചെയ്തിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ കോഴ്സിലെ വെർട്ടിക്കൽ ജോയിൻസ്, അടുത്തടുത്തുള്ള കോഴ്സിലെ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ വരാത്ത വിധത്തിലായിരിക്കും ബോണ്ടിങ്ങിനകത്ത് ബ്രിക്സ് അറേഞ്ച് ചെയ്യുന്നത്. ബോണ്ടിങ് അതായത് ബ്രിക്സിനെ നമ്മളൊരു കൺസ്ട്രക്ഷനിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തടുത്തുള്ള കോഴ്സസിലെ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ വരാൻ പാടില്ല. അങ്ങനെ ഒരേ ലൈനിൽ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. സോ അങ്ങനെ ഒരേ ലൈനിൽ വരാതിരിക്കാൻ വേണ്ടി ബ്രിക്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് അറേഞ്ചിങ് ബ്രിക്സ് ഇൻ കോഴ്സസ് സോ ദാറ്റ് ഇൻഡിവിജ്വൽ ബ്രിക്സ് ആർ ലോക്ക്ഡ് ടുഗദർ ആൻഡ് vertical joints of successive courses do not lie in same vertical line. So the improper arrangement of bricks will result in little strength and stability due to continuous vertical joint. അപ്പോൾ നമ്മൾ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ അറേഞ്ച്മെന്റ് ഓഫ് ബ്രിക്സ് ആണ്. ഒരു ബോണ്ടിങ് പാറ്റേൺ ഫോളോ ചെയ്യാതെ ഇംപ്രോപ്പർ ആയിട്ട് ബ്രിക്സിനെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ആ സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും കുറവായിരിക്കും ഡ്യൂ ടു കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ്. സോ ഒരിക്കലും ഒരു കൺസ്ട്രക്ഷനകത്ത് കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ട് ബ്രിക്സിനെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും വളരെ കുറവായിരിക്കും ഡ്യൂ ടു continuous vertical joint. On account of uniform shape and size, the bricks can be arranged in a variety of patterns, giving rise to different types of bonds. നമുക്കറിയാം ബ്രിക്സിനെല്ലാം യൂണിഫോം ഷേപ്പും സൈസും ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പല പാറ്റേൺസിൽ പല ബോണ്ടിങ്ങിൽ വരത്തക്ക വിധത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. And bonding is essential to eliminate continuous vertical joints both in the body as well as in the face of wall, thereby imparting strength to masonry. ഈ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻസ് ബോഡിയിലും വാളിന്റെ ഫേസിലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇറ്റ് ഇംപാർട്ട് സ്ട്രെങ്ത് ടു masonry. Imparts
strength to masonry. A wall having continuous vertical joints does not act as a homogeneous mass to distribute the superimposed load. On the other hand, it may be assumed to be consisting of small columns, and when a particular column of this wall comes under the load, it fails on account of its instability to distribute the load to the portion of wall on either side of it. അതായത് എപ്പോഴെങ്കിലും നമ്മളൊരു wall കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് ഉള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അതൊരു കോളം പോലെ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് ലോഡ് വരുമ്പോൾ ആ കോളം അങ്ങ് ഫെയിൽ ചെയ്യും, അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ലോഡ് ട്രാൻസ്ഫർ ചെയ്യില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബ്രിക്ക് കൊണ്ട് ഹോൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ്സ് വരാതെ നോക്കണം. അതായത് സക്സസീവ് കോഴ്സസിലെ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒരേ ലൈനിൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ വി കൻ അവോയ്ഡ് കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ്സ്. So proper method of arranging bricks in courses so that individual bricks are locked together and vertical joints of successive courses do not lie in same vertical line is known as bonding. Now there are certain rules for bonding. ബോണ്ടിങ്ങിന് കുറച്ച് റൂൾസ് നമ്മൾ പാലിക്കണം. എന്താണെന്ന് നോക്കാം. റൂൾസ് ഫോർ ബോണ്ടിങ്, അതായത് ബോണ്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ്. ഫസ്റ്റ് വൺ ഇസ് ദ ബ്രിക്ക് ഷുഡ് ബി ഓഫ് യൂണിഫോം ഷേപ്പ് ആൻഡ് സൈസ്. ബ്രിക്സ് ഷുഡ് ബി ഓഫ് യൂണിഫോം ഷേപ്പ് ആൻഡ് സൈസ്. ബ്രിക്സിന്റെ ഷേപ്പും സൈസും യൂണിഫോം ആയിരിക്കണം, ഒരേപോലെ യൂണിഫോം ഷേപ്പിലും സൈസിലുമുള്ള ബ്രിക്സ് വേണം യൂസ് ചെയ്യാൻ. സെക്കൻഡ്, the brick should be thoroughly soaked in clear water before use for suitable period so that water just penetrates the full depth of bricks. Bricks should be thoroughly soaked in, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബോൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രിക്സിനെ എല്ലാം ഒരു നിശ്ചിത സമയത്തേക്ക് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ വാട്ടർ ബ്രിക്സിന്റെ ഫുൾ ഡെപ്തിൽ എൻ്റർ ചെയ്യും. സോ ബ്രിക്ക് ഷുഡ് ബി thoroughly soaked in water for a suitable period. Now, third rule is use of brickbats should be minimum. ഈ ബ്രിക്സിനെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ബാറ്റ്സ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടായിരുന്നു ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പം നമ്മൾ വോൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബ്രിക്ക് ബാറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. വെർട്ടിക്കൽ ജോയിന്റ്സിനെ സ്റ്റാഗർ ചെയ്യാൻ വേണ്ടി ബ്രിക്ക് ബാറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ബ്രിക്ക് ബാറ്റ്സ് യൂസ് ചെയ്താലും വളരെ കുറച്ച് അളവില് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് വൺ ഓഫ് ദ റൂൾസ് ഫോർ ബോണ്ടിങ്. കാരണം ബ്രിക്ക് ബാറ്റ്സ് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാളിന്റെ സ്ട്രെങ്ത് സ്റ്റെബിലിറ്റി കുറയും. യൂസേ ചെയ്യരുതെന്നല്ല, വളരെ മിനിമം ആയിട്ട് വേണം ബ്രിക്ക് ബാറ്റ്സ് യൂസ് ചെയ്യാൻ. Fourth is the brick should be laid on a full bed of mortar. Bricks ബ്രിക്സിനെ നമ്മൾ ഒരു ഫുൾ മോർട്ടാർ ബെഡിൽ വേണം, ഒരു ഫുൾ ബെഡ് ഓഫ് മോർട്ടാറിൽ വേണം ലേ ചെയ്യാൻ. Then fifth rule is the vertical joints in alternate courses should lie in the same perpendicular. നമ്മൾ പറഞ്ഞ എന്താണ്, ബ്രിക്സിന്റെ ജോയിന്റ്സ് അടുത്തടുത്തുള്ള കോഴ്സിൽ സക്സസീവ് കോഴ്സസിൽ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒരേ ലൈനിൽ വരാൻ പാടില്ല. പക്ഷേ ബോണ്ടിങ്ങിന്റെ റൂളിൽ പറയുന്നത് എന്താണ്, ഓൾട്ടർനേറ്റ് കോഴ്സസ്, ഒന്ന് ഇടവിട്ടുള്ള കോഴ്സസിലെ
വെർട്ടിക്കൽ ജോയിന്റ്സ് എന്ന് പറയുന്നത് ഒരേ പെർപെൻഡിലായിരിക്കണം. പെർപെൻഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയായിരുന്നു. ഇമാജിനറി ലൈൻ ഹാവിംഗ് ദി ആക്സിസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു. സോ ഒരേ പെർപെൻഡ്, അതായത് ഓൾട്ടർനേറ്റ് കോഴ്സസിലെ ജോയിന്റ്സ് ഒരേ ലൈനിലായിരിക്കണം. Now 6 is the lap distance should be minimum 1/4 brick along length of wall and half brick along thickness of wall. Lap minimum 1/4 thickness lengthwise, minimum half thickness widthwise. ലാപ്പ് എപ്പോഴും ലെങ്ത് വൈസ് 1/4 തിക്നെസ് ഓഫ് ബ്രിക്ക് ആയിരിക്കണം മിനിമം ലാപ്പ് ലെങ്ത് വൈസും. അതുപോലെ വിഡ്ത്ത് വൈസ് തിക്നെസ് വെച്ച് നോക്കുമ്പോൾ ഹാഫ് ബ്രിക്ക് ആയിരിക്കണം. ഒരു ബ്രിക്കിന്റെ മിനിമം 1/4 എങ്കിലും വേണം ലെങ്ത് വൈസ് ഉള്ള ലാപ്പും, അതുപോലെ മിനിമം ഹാഫ് എങ്കിലും വേണം തിക്നെസിന്റെ എലോങ് ആയിട്ടുള്ള ലാപ്പും. ലാസ്റ്റ് അപ്പൊ ലാപ്പ് എങ്ങനെയായിരിക്കണം? ലെങ്ത് വൈസ് നോക്കുവാണെങ്കിൽ മിനിമം 1/4 ഓഫ് എ ബ്രിക്കും തിക്നെസിന്റെ എലോങ് നോക്കുവാണെങ്കിൽ ഹാഫ് ബ്രിക്ക് ആയിരിക്കണം. Now all joints should be properly filled with mortar so that no cavity is left in between. All joints should be properly filled with mortar. So ഇതാണ് ലാസ്റ്റ് റൂൾ. ഓൾ ജോയിന്റ് ഷുഡ് ബി പ്രോപ്പർലി ഫിൽഡ് വിത്ത് മോർട്ടാർ. അതായത് ബ്രിക്സ് തമ്മിന്റെ ഇടയിൽ വരുന്ന ജോയിന്റ്സ് എല്ലാം നന്നായിട്ട് മോർട്ടാർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. അതിന്റെ ഇടയിൽ ക്യാവിറ്റീസ് ഒന്നും വരാത്ത വിധത്തിൽ നന്നായിട്ട് എല്ലാ ജോയിന്റ്സും മോർട്ടാർ വെച്ച് പ്രോപ്പർ ആയിട്ട് ഫിൽ ചെയ്യണം. സോ ദീസ് ആർ ദ റൂൾസ് ഫോർ ബോണ്ടിങ്. എന്തൊക്കെയാണ്? ബ്രിക്ക് ഷുഡ് ബി ഓഫ് യൂണിഫോം ഷേപ്പ് ആൻഡ് സൈസ്. Brick should be thoroughly soaked in water for a suitable period so that water just penetrates the full depth of brick. Use of brick bats should be minimum. Brick should be laid on a full bed of mortar. The vertical joints in the alternate courses should lie in the same perpend. The lap distance should be minimum 1/4 of a brick along the length of the wall and half brick along the thickness of wall. All the joints should be properly filled with mortar so that no cavity is left in between. So these are the rules for bonding. സോ ഞാൻ പറഞ്ഞു ബ്രിക്സ് എന്താണ് യൂണിഫോം ഷേപ്പും സൈസും ആയതുകൊണ്ട് തന്നെ നമുക്ക് പല പല പാറ്റേൺസിൽ അറേഞ്ച് ചെയ്ത് പല ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം എന്താണ്? ബ്രിക്സ് ആർ ഓഫ് യൂണിഫോം ഷേപ്പ് ആൻഡ് സൈസ്. അതിൽ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ബോണ്ട്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് സ്ട്രെച്ചർ ബോണ്ട്. സ്ട്രെച്ചർ ബോണ്ട്. സ്ട്രെച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു വാളിനെ ഫേസ് ചെയ്യുമ്പോൾ ബ്രിക്സ് എല്ലാം ലെങ്ത് വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ സ്ട്രെച്ചർ എന്ന് പറയാം. സോ ഇൻ കേസ് ഓഫ് എ സ്ട്രെച്ചർ ബോണ്ട്, all the bricks in the wall are laid as stretchers and this bond is used only for construction of half brick walls. ഇവിടെ എങ്ങനെയാണ്? all bricks are laid as stretchers. Structure bond all bricks are laid as stretchers
and this bond is usually used for the construction of half brick walls. Half brick thickness വരുന്ന walls-ലാണ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. So stretcher bond എന്ന് പറഞ്ഞാൽ all bricks are laid as structures and this type of bonding is used only for the construction of half brick walls. If used in thicker walls due to absence of headers, the cross strength will be very low. ഇത് നമ്മൾ എല്ലാം സ്ട്രെച്ചർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ക്രോസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹെഡർ ഇല്ലാത്തത് കൊണ്ട് വളരെ കുറവായിരിക്കും. വെരി ലോ ക്രോസ് സ്ട്രെങ്ത് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഹെഡർ. അതായത് എല്ലാ ബ്രിക്സിനെയും നമ്മൾ സ്ട്രെച്ചർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അവിടെ ഹെഡറേ വരുന്നില്ല. ഹെഡറേ വരാത്തത് കൊണ്ട് ക്രോസ് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും സ്ട്രെച്ചർ ബോണ്ടിൽ. ആൻഡ് ദിസ് വാൾ ഗിവ്സ് ഗുഡ് അപ്പിയറൻസ് സിൻസ് ഓൺലി ഹെഡേഴ്സ് ആർ സീൻ ഇൻ എലിവേഷൻ. ഇതിന് നല്ല അപ്പിയറൻസ് ആണ് സ്ട്രെച്ചർ ബോണ്ടിന്. ഗുഡ് അപ്പിയറൻസ്. ഇത് എങ്ങനെ വരുമെന്ന് നോക്കാം. നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. സോ ഇങ്ങനെ തന്നെ എല്ലാ ബ്രിക്കും സ്ട്രക്ചർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എലിവേഷൻ ആണ് വരയ്ക്കുന്നത്. അതായത് ഫ്രണ്ട് വ്യൂ. സ്ട്രക്ചർ ബോണ്ടിന്റെ എലിവേഷൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് നമ്മൾ ഹെഡർ ആയിട്ട് തന്നെ സ്ട്രെച്ചേഴ്സ് ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തു. ഫ്രണ്ടിൽ നോക്കുമ്പോൾ എല്ലാം ലെങ്ത് വൈസ് കാണാം. സോ അതിന്റെ മുകളിൽ വീണ്ടും ഇതുപോലെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ തന്നെ വീണ്ടും മുകളിൽ അറേഞ്ച് ചെയ്താൽ എന്താണ്, അടുത്തടുത്തുള്ള ലെയറിൽ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒരേ ലൈനിൽ വരും. ഇതിപ്പോ ഫസ്റ്റ് കോഴ്സിനകത്ത് നമ്മളെല്ലാം സ്ട്രെച്ചർ ആയിട്ട് അറേഞ്ച് ചെയ്തു. ഫസ്റ്റ് കോഴ്സിൽ എല്ലാം സ്ട്രെച്ചർ ആയിട്ട് അറേഞ്ച് ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഈ അടുത്ത കോഴ്സിൽ നമ്മൾ വെക്കുമ്പോൾ ബ്രിക്ക് ബാറ്റ്സ് യൂസ് ചെയ്യണം. ബ്രിക്ക് ബാറ്റ്സ് യൂസ് ചെയ്തില്ല, ഇതേപോലെ തന്നെ സ്ട്രെച്ചർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസെന്റ് കോഴ്സസിലെ വെർട്ടിക്കൽ ജോയിന്റ്സ് എല്ലാം ഒരേ ലൈനിൽ വരും. കാരണം ബ്രിക്സ് എല്ലാം നമ്മൾ ലെങ്ത് വൈസ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നു വെച്ചാൽ ബ്രിക്ക് ബാറ്റ് യൂസ് ചെയ്യും. സോ ആദ്യം ഒരു ഹാഫ് ബ്രിക്ക് ബാറ്റ് ഇവിടെ വെക്കാം. ഇവിടെ ഒരു ഹാഫ് ബ്രിക്ക് ബാറ്റ് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെർട്ടിക്കൽ ജോയിന്റ്സിനെ ഒരേ ലൈനിൽ വരാത്ത വിധം വേണം അറേഞ്ച് ചെയ്യാൻ. സോ ആദ്യം ഒരു ഹാഫ് ബ്രിക്ക് ബാറ്റ് വെച്ചിട്ട് ഇനി നമ്മളുള്ളതെല്ലാം ലെങ്ത് വൈസ് അറേഞ്ച് ചെയ്യും. ഇങ്ങനെ വരും. ഇനി വീണ്ടും ഇവിടെ ഫുൾ ആയിട്ട് വെക്കാം. സോ ഇങ്ങനെ വരച്ചാൽ ഈ വോൾ ഇങ്ങനെയാണ്. ഇതിന്റെ അറേഞ്ച്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമ്മൾ ഫുൾ ലെങ്ത് വരയ്ക്കുന്നില്ല. സോ ഇങ്ങനെ ആയിരിക്കും. വീണ്ടും അടുത്ത ഒരു ഹാഫ് വെച്ചിട്ട് പിന്നെ ഫുൾ ബ്രിക്ക് വയ്ക്കും. വീണ്ടും ഫുൾ ബ്രിക്ക്, വീണ്ടും ഫുൾ ബ്രിക്ക്, ഇങ്ങനെയാണ് പോകും. സോ ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റ് കോഴ്സസിൽ ഒരു ബ്രിക്ക് ബാറ്റ് വെച്ച് കൊടുക്കണം. സോ ഓൾട്ടർനേറ്റ് കോഴ്സസിൽ ബ്രിക്ക് ബാറ്റ് വെച്ച് കൊടുക്കുമ്പോൾ ജോയിന്റ്സ് ഒരേ ലൈനിൽ വരില്ല. പക്ഷെ ഓൾട്ടർനേറ്റ് കോഴ്സസിലെ ജോയിന്റ്സ് എല്ലാം ഒരേ പെർപെൻഡ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ഓഫ് എ സ്ട്രെച്ചർ ബോണ്ട്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സ്ട്രെച്ചർ ബോണ്ടിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയായിരിക്കും. സോ ഇത് മേലിൽ നിന്ന് നോക്കുവാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. പ്ലാൻ നോക്കുവാണെങ്കിൽ
സോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതാണ് അതിന്റെ പ്ലാൻ. ഇതാണ് പ്ലാൻ എന്ന് പറയുമ്പോൾ ആ വോളിനെ നമ്മൾ മേലിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് പ്ലാനിലൂടെ വരച്ചേക്കുന്നത്. ഫ്രണ്ടിൽ നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് എലിവേഷനിൽ വരയ്ക്കുന്നത്. സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബ്രിക്സും സ്ട്രെച്ചേഴ്സ് ആയിട്ടാണ് ലേ ചെയ്തത്. ഇവിടെ നോക്കിയാൽ ഇത് ഹാഫ് ബ്രിക്ക് വാൾസിനാണ് സ്ട്രെച്ചർ ബോണ്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോളിന്റെ തിക്നെസ് പ്ലാനിൽ നോക്കുമ്പോൾ മനസ്സിലാവും തിക്നെസ് എത്രയുണ്ട്? ഹാഫ് ബ്രിക്ക് തിക്നെസ് വരുന്നുണ്ട്. ഇതാണ് അതിന്റെ തിക്നെസ്. തിക്നെസ് എന്ന് പറയുന്നത് ഹാഫ് ബ്രിക്കിന്റെ അത്രേ ഉള്ളൂ. സോ സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുന്നത് ഹാഫ് ബ്രിക്ക് വാൾസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഹാഫ് ബ്രിക്ക് തിക്നെസ് ഉള്ള വാൾസിനാണ് സ്ട്രെച്ചർ ബോണ്ട് യൂസ് ചെയ്യുന്നത്. Now next is header bond. സ്ട്രെച്ചർ ബോണ്ടിലെല്ലാം സ്ട്രെച്ചേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തു. അപ്പം ഹെഡർ ബോണ്ടിൽ എങ്ങനെയായിരിക്കും? ഓൾ ബ്രിക്സ് വിൽ ബി ലേഡ് ഇൻ ഹെഡേഴ്സ്. സോ ഹെഡർ ബോണ്ട്, the wall is constructed with only headers. All bricks are laid as headers. In header bond, all bricks are laid as headers. Here all bricks are laid as headers. So 3/4 batch are used at the junctions to break vertical joints. 3/4 batch are used to break vertical joints. ഇവിടെ നമ്മൾ 3/4 ബാറ്റ് യൂസ് ചെയ്ത് വേണം വെർട്ടിക്കൽ ജോയിന്റ്സിനെ ബ്രേക്ക് ചെയ്യാൻ. സോ ദിസ് ബോണ്ട് ഈസ് ഐഡിയൽ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് കർവ്ഡ് വാൾസ്. ഇത് എവിടെയാണ് ഏറ്റവും നല്ലത്? കർവ്ഡ് വാൾസ് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഇത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത് കർവ്ഡ് വാൾസിനൊക്കെയാണ് ഏറ്റവും നല്ലത്. ആൻഡ് ദിസ് ബോണ്ട് ഗീവ്സ് ഗുഡ് ട്രാൻസ്ഫർ സ്ട്രെങ്ത്. നല്ല ട്രാൻസ്ഫർ സ്ട്രെങ്ത് ആണ് ഹെഡർ ബോണ്ടിന്. ഹെഡർ ബോണ്ടിന് നല്ല ട്രാൻസ്ഫർ സ്ട്രെങ്ത് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെപ്പിംഗ് ഓഫ് ഫൂട്ടിങ്സ്, കോർണേഴ്സ്, മോൾഡിങ്സ് എക്സെട്ര. സോ ഹെഡർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രിക്സിനെയും ഹെഡർ ആയിട്ട് ലേ ചെയ്യും. ഹെഡർ എന്ന് പറയുന്നത് വിഡ്ത് വൈസ് ലേ ചെയ്യും. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ജോയിന്റ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി 3/4 ബാറ്റ്സ് യൂസ് ചെയ്യണം. വെർട്ടിക്കൽ ജോയിന്റ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി 3/4 ബാറ്റ് യൂസ് ചെയ്യണം. കർവ്ഡ് വാൾസിലൊക്കെയാണ് ഇത് ഏറ്റവും സൂട്ടബിൾ. ഈ ഹെഡർ ബോണ്ടിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. നമുക്കതിന്റെ ഫിഗർ നോക്കാം. ആദ്യം ഒരു 3/4 ബാറ്റ് വെച്ച്, അതിന് ശേഷം എല്ലാം ഹെഡർ. ഇനി അടുത്ത കോഴ്സിൽ നമുക്ക് എല്ലാം ഹെഡർ വയ്ക്കാം. വീണ്ടും എല്ലാം ഹെഡർ. സോ ഇങ്ങനെയായിരിക്കും അതിന്റെ എലിവേഷൻ. ഇതാണ് 3/4 ബാറ്റ്. ഇനി ഇതിന്റെ പ്ലാൻ നോക്കാം. ഈ വാളിന് മേലെന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം.
ഒരു ബ്രിക്കിന്റെ തിക്നെസ് ഉള്ള wall ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ 3/4 ബാറ്റ് വയ്ക്കും. ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് 3/4 ബാറ്റ് എന്ന് പറയുമ്പോൾ ബ്രിക്കിന്റെ ലെങ്ത്തിന്റെ 3/4 ആയിരിക്കും അതിന്റെ ലെങ്ത്. പക്ഷെ വിഡ്ത്ത് പറയുന്നത് ബ്രിക്കിന്റെ പകുതിയാണല്ലോ വിഡ്ത്ത്. അപ്പൊ നമുക്ക് ഒരു wall തിക്നെസ് വരണമെന്നുണ്ടെങ്കിൽ 2 ബാറ്റ് വെക്കണം. ഒരു ബ്രിക്കിന്റെ തിക്നെസ് വരണമെന്നുണ്ടെങ്കിൽ 2 ബാറ്റ് വെക്കണം. വിഡ്ത്ത് വൈസ് കട്ട് ചെയ്ത് ലെങ്ത് 3/4 ഉള്ളതാണ് ബാറ്റ്. സോ 3/4 ബാറ്റ് വെച്ചപ്പം ഒരു ബാറ്റ് വെച്ചാൽ ഹാഫ് ബ്രിക്ക് തിക്നെസ് കിട്ടും. അപ്പൊ ഫുൾ ബ്രിക്ക് തിക്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ബാറ്റ് വെക്കണം. ബാക്കിയെല്ലാം ഹെഡറായിട്ട് അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തിക്നെസ് നമുക്ക് 1 ബ്രിക്ക് തിക്നെസ് തന്നെ കിട്ടും. ഈ വോളിന്റെ സോ ഇതാണ് അതിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ, എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ, പ്ലാൻ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ. സോ ദിസ് ഈസ് ഹൗ ഹെഡർ ബോണ്ട് 1 brick wall is constructed. ഇങ്ങനെയായിരിക്കും ഹെഡർ ബോണ്ടിലെ 1 brick wall കൺസ്ട്രക്ട് ചെയ്യുന്നത്. Bricks will be arranged in such fashion.